താമര വേണോ താമര വേണോ താമര വേണോ എന്ന് ചോദിച്ചുകൊണ്ട് രാജ്യത്താകെ താമര വിപ്ലവം ഉണ്ടാക്കാനായി താമര ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ താമരയുമായി അമിത്ഷാ കറങ്ങുന്നുണ്ട്. അമിത്ഷാ കറങ്ങിയിടത്തൊക്കെ സീരിയസ് ആയി കറങ്ങിയിടത്തൊക്കെ താമര വിരിയിച്ചിട്ടുമുണ്ട്. പശ്ചിമ ബംഗാളിൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം കറങ്ങി, അവിടെ താമര വിരിയിച്ചു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി കൂടി രാജിവെച്ചിരിക്കുന്നു, BJP ചേർന്നിരിക്കുന്നു. ശരത് പവാറിന്റെ പാർട്ടി BJPയിലേക്ക് ലയിക്കുന്നതിനെ കുറിച്ചും ലോകസഭയിൽ ഈ ശീതകാല സമ്മേളനത്തിൽ BJP കൊണ്ടുവരാൻ പോകുന്ന ബില്ലുകളെ സഹായിക്കുന്നതിനെ കുറിച്ചും പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചും ഗൗരവമായ ചർച്ചയിലാണ് ശരത് പവാർ. NCP BJPയിലേക്ക് ലയിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളും വരുന്നു. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. BJPക്കിടെ മഹാരാഷ്ട്രയിലെ ഫട്നാവിസിൻ്റെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനമോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുത്ത് NCPയെ തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളതും പ്രധാനമാണ്. NCPയിലെ ശരത് പവാറിന് ഇനി പൊസിഷനൊന്നും വേണ്ടായിരിക്കും, പക്ഷെ മകൾക്ക് കൃത്യമായ പൊസിഷൻ, പ്രിയയ്ക്ക് കൃത്യമായ പൊസിഷൻ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സ് വീണ്ടും ഇന്ത്യയിലേക്ക് മറിയുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ കൂടെ നിർത്തുന്നതിൽ, അതിൽ നിന്നുള്ള ഒരുപാട് MPമാരെ രാജിവെപ്പിച്ചും അല്ലാതെയൊക്കെ കൂടെ നിർത്തുന്നതിൽ BJP ശക്തമായി വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിലെ DMKയിലെ MLAമാരെയും പ്രശ്നാധിഷ്ഠിതമായി കൂടെ നിർത്താം എന്നുള്ള ഒരു നിലയിലേക്ക് BJPയും കൂടെ നിൽക്കാം എന്നുള്ള നിലയിലേക്ക് DMKയും വന്നിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, കൊച്ചു ലൊട്ടിലൊടുക്ക് പാർട്ടികളും സ്വതന്ത്രരുമെല്ലാം കൂടി BJPയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് NDA BJP എന്നുള്ള നിലയിലും NDA എന്ന നിലയിലും വലിയ അപ്രമാദിത്വത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അനുരണനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രം പിടിച്ചുകൊണ്ട് ഈ ശീതകാല സമ്മേളനത്തിൽ വനിതാ ബില്ലും ഡീലിമിറ്റേഷൻ ബില്ലുമൊക്കെ പാസ്സാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ നേരത്തെയുള്ള ഒരു പോയിന്റിൽ നിന്ന് മാറി 50% സീറ്റ് വർദ്ധിപ്പിച്ചാൽ, ഞങ്ങൾ ഇപ്പോൾ 540 എന്നുള്ളത് ഒരു 270 സീറ്റ് കൂടെ കൂട്ടിയാൽ അതിൽ 1/3 എന്ന് പറയുമ്പോൾ 270 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു ചർച്ച ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ ചിലപ്പോൾ BJP അംഗീകരിച്ചേക്കാം. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മല്ലികാർജുനൻ ഖാർഗെ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുമ്പിൽ അവിടെ ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പറഞ്ഞ് മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ കത്ത് കൊടുത്തിട്ടുമുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസിൻ്റെ നേതാവ്, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മല്ലികാർജുൻ ഖാർഗെ കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട, ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ പ്രധാനമാണ്. ഒന്ന്, രാജ്യത്താകെയുള്ള MPമാരെ, BJP MPമാരെ കൂടെ നിർത്തുക, മറ്റ് പാർട്ടികളിലെ MPമാരെ പിളർത്തിക്കൊണ്ടും രാജിവെപ്പിച്ചുകൊണ്ടും പല രൂപത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനിടയിലാണ് NCPയെയും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ പാർട്ടിയെയും കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. NCPയെ BJP ലയിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ അജണ്ട. അങ്ങനെയൊക്കെ വന്നാൽ മഹാരാഷ്ട്രയിൽ പുതിയ ഫോർമുല ഉണ്ടാകും. ശരത് പവാറിനും NCPക്കും കൂടി ഭരണത്തിൽ ഭാഗവാക്കാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവിടുത്തെ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിനും അതുപോലെ തന്നെ ശിവസേനയുടെ ഭരണത്തിലില്ലാത്ത വിഭാഗത്തിനും വലിയ ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ 2029 ഇലക്ഷൻ കണ്ടുകൊണ്ട് BJP വലിയ തന്ത്രങ്ങളാണ് പരീക്ഷിക്കുന്നത്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശീതകാല സമ്മേളനത്തിലെ ബില്ലുകൾ തന്നെയാണ്. വനിതാ ബില്ല് എന്തായാലും നിർബന്ധമായി അവതരിപ്പിക്കും. ബാക്കി 2 ബില്ലുകളെ, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ മറ്റേ മൂന്നാമത്തെ ഒരു ബില്ലിന്, യൂണിഫോം സിവിൽ കോഡ്, 1 കൺട്രി 1 ഇലക്ഷൻ എന്നുള്ള മൂന്നാമത്തെ വിഷയത്തേക്കും BJP ശക്തമായി നോക്കി വെക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും BJP ഓപ്പറേഷൻ താമര വേണോ എന്ന് ചോദിച്ചുകൊണ്ട്
ഇന്ത്യയിലാകെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപക്ഷെ CPM-നെയും കോൺഗ്രസിനെയും ഒഴിച്ച് ബാക്കി മുഴുവൻ പേരെയും ചാക്കിലാക്കാനുള്ള വലിയ ചാക്കുമായിട്ടാണ് അമിത്ഷാ രാജ്യത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആ ചാക്കിൽ ഒരുപാട് പേർ കയറുന്നുണ്ട്. കയറുന്നവരെല്ലാം ഡൽഹിയിൽ കൊണ്ട് BJP ഓഫീസിലേക്ക് തള്ളുകയാണ്. എന്തായാലും ആ പാളയത്തിലേക്ക്, മോദിയുടെ പാളയത്തിലേക്ക് പല രൂപത്തിൽ പല ഭാഷയിൽ സ്നേഹിച്ചും എതിർത്തും പ്രതിരോധിച്ചും കേസെടുക്കുമെന്ന് പറഞ്ഞും പല പല രൂപത്തിലേക്ക് എന്തായാലും എല്ലാ പാർട്ടികളിലെയും വലിയൊരു വിഭാഗത്തെ BJP-യിലേക്കും NDA-യിലേക്കും ആകർഷിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നു എന്നുള്ളതും, അമിത്ഷായാണ് ചാണക്യൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാര്യമാണ്. എന്തായാലും BJP പശ്ചിമ ബംഗാളിന് പുറമെ മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് പോവുകയാണ്. ഇനി അവർ പഞ്ചാബ് അവർ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നു. UP നിലനിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ ഗൗരവതരമായ പരിപാടികളിലേക്കാണ് BJP കടക്കുന്നത്. ഇതിലെത്ര MP-മാർ MLA-മാർ വീഴും അല്ലെങ്കിൽ കൂടെ നിൽക്കുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ കല്ലിലടിച്ച പൂക്കുല പോലെ പിരിക്കാൻ, പല കഷ്ണങ്ങളാക്കാൻ BJP-ക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാവിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തസ്ലീമ നസ്രീനെ വീണ്ടും ബംഗാളിൽ കൊണ്ടുവരാനും അവിടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുമുള്ള വലിയ ശ്രമത്തിലാണ് സുവേന്ദു അധികാരി. ഇനി എങ്ങനെയാണ് അതൊക്കെ വരുന്നത് നമുക്കറിയില്ല. ഇന്ത്യ എൻ്റെ അമ്മയാണ്, ഇന്ത്യയാണ് എൻ്റെ മാതാവ് എന്നുള്ള നിലയിൽ ബംഗ്ലാദേശ് എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ അവർക്ക് അവിടെ മതവിലക്കുണ്ട്. അവർ ഇന്ത്യയിൽ വീണ്ടും കൽക്കട്ടയിൽ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് BJP ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇന്ത്യ മുന്നണി നേരത്തെ വനിതാ ബില്ലിൽ ശക്തമായി നിന്നതുപോലെ അവർ ശക്തമായി നിൽക്കാൻ വീണ്ടും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെയ്ക്കും നമ്മുടെ KC വേണുഗോപാലിനുമൊക്കെ കഴിയുമോ എന്നതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്.